നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്ന വാർത്തകൾ നമ്മൾ ദിനം പ്രതി കാണുന്നതാണ്. പലരും പണത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ മറ്റു ഭിക്ഷാടനത്തിനും മറ്റും ഉപയോഗിക്കാനായിട്ടാണ് ഇത്തരത്തിൽ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകാറുള്ളത്. ഇത് കാലങ്ങളായിട്ട് ഇവിടെ നടക്കുന്നതാണ്. ഇത്തരത്തിലുള്ള ഒരു സംഘം അല്ലെങ്കിൽ ഒരു മാഫിയ തന്നെ ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് നമ്മുടെ പോലീസും കൃത്യമായി തന്നെ അന്വേഷണങ്ങളൊക്കെ നടത്തുന്നുണ്ടെങ്കിലും അവരുടെ എല്ലാം കണ്ണ് വെട്ടിച്ചാണ് ഇവിടെ നിന്നും കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടു പോകുന്നത്. ചില കേസുകളെല്ലാം വളരെ വേഗത്തിൽ തന്നെ പോലീസ് പിടികൂടാറുണ്ട്. എന്നാൽ ചിലതൊക്കെ കണ്ടുപിടിക്കാനും വൈകാറുണ്ട്. ഇപ്പോഴിതാ മംഗളൂരിൽ നിന്ന് എറണാകുളം സ്വദേശി തട്ടിയെടുത്ത കുട്ടിയെ മണിക്കൂറുകൾക്കുള്ളിലാണ് കണ്ടെത്തിയിരിക്കുന്നത്. ശനിയാഴ്ച രാത്രി 7:30 നാഗർകോവിലേക്ക് പോകുകയെന്ന ഗാന്ധിധാം എക്സ്പ്രസിലെ ജനറൽ കമ്പാർട്ട്മെന്റിൽ നിന്നാണ് ഈ ഒരു കുട്ടിയെ കണ്ടെത്തിയത്. ട്രെയിൻ കാസർഗോഡ് എത്തിയപ്പോഴാണ് കുഞ്ഞിനെ കണ്ടെത്തിയത്. മംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ നിന്നും 2.5 വയസ്സുകാരിയാണ് ഇയാൾ തട്ടിയെടുത്തത്. കുട്ടിയെ തട്ടിക്കൊണ്ടുവന്ന പറവൂർ സ്വദേശി അനീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തു. 49 വയസ്സാണ് ഇയാളുടെ പ്രായം. പ്രതിക്കൊപ്പം സംശയകരമായ സാഹചര്യത്തിൽ കുട്ടിയെ കണ്ടെന്ന വിവരം സഹയാത്രികരാണ് അധികൃതരെ അറിയിച്ചത്. തുടർന്ന് മംഗളൂരു റെയിൽവേ അധികൃതരെ വിവരം അറിയിച്ചു. ഇതിനിടെ മംഗളൂരു കങ്കനാടിയിൽ താമസിക്കുന്ന ന്യൂഡൽഹി സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞിനെ കാണാനില്ലെന്ന പരാതി പോലീസിനും ലഭിച്ചിരുന്നു. മുംബൈയിൽ നിന്ന് മടങ്ങുകയായിരുന്ന അനീഷ് കുമാർ ബംഗളൂരു റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കുട്ടി തന്റെ കയ്യിൽ പിടിച്ചെന്നും തനിക്ക് പെൺകുട്ടി ഇല്ലാത്തതിനാൽ ഒപ്പം കൂട്ടിയെന്നുമാണ് റെയിൽവേ പോലീസിനോട് പറഞ്ഞത്. കുഞ്ഞിന്റെ ചിത്രം മാതാപിതാക്കൾ തിരിച്ചറിഞ്ഞു. കങ്കനാടി പോലീസും മാതാപിതാക്കളും ചൈൽഡ് ലൈൻ അധികൃതരും രാത്രി വൈകി കാസർഗോഡ് റെയിൽവേ സ്റ്റേഷനിലെത്തി. കുട്ടിയെ വൈദ്യപരിശോധനയ്ക്ക് ശേഷം മാതാപിതാക്കൾക്ക് കൈമാറി. മാതാപിതാക്കളെല്ലാം കുഞ്ഞുങ്ങളെ സൂക്ഷിക്കുക. കാരണം ഇത്തരത്തിലുള്ള വാർത്തകൾ ദിനം പ്രതിയാണ് പുറത്തു വരുന്നത്. ഈ ഒരു പ്രതി ഇപ്പോൾ പോലീസിന്റെ കസ്റ്റഡിയിലാണ്. മാത്രമല്ല നമ്മൾ രാത്രി പ്രത്യേകിച്ച് ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴെല്ലാം മാതാപിതാക്കൾ ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾ അടുത്തുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ആളുകൾ കുഞ്ഞുങ്ങളെ തട്ടിക്കൊണ്ടുപോകാനുള്ള സാധ്യതയും ഏറെയാണ്. ഇനി ഈ ഒരു പ്രതിയെ കൂടുതൽ ചോദ്യം ചെയ്യുന്നതിൽ നിന്ന് മാത്രമാണ് എന്തിനാണ് കുഞ്ഞിനെ ഇത്തരത്തിൽ തട്ടിയെടുക്കാൻ ശ്രമിച്ചത്, ഇനി പണത്തിനോ മറ്റു ആണോ എന്ന് അല്ലെങ്കിൽ കുഞ്ഞിനെ ഉപദ്രവിക്കാനാണോ എന്നുള്ള കാര്യത്തിലെല്ലാം വ്യക്തത വരികയുള്ളൂ. ഏതായാലും കുട്ടികൾ യാത്ര ചെയ്യുമ്പോൾ മാത്രമല്ല മുറ്റത്ത് കളിക്കുമ്പോഴെല്ലാം കുഞ്ഞുങ്ങളെ കാണാതായിട്ടുള്ള സംഭവങ്ങളും ഇവിടെ നിരവധിയാണ്. കാരണം ഇത്തരത്തിലുള്ള മാഫിയകൾ നമ്മുടെ നാട്ടിൽ കറങ്ങി നടക്കുന്നുണ്ട്. അതുകൊണ്ട് കുഞ്ഞുങ്ങളെ എല്ലാ മാതാപിതാക്കളും വളരെയേറെ സൂക്ഷിക്കേണ്ടതാണ്. കഴിഞ്ഞ ഒരാഴ്ച മുൻപും തിരുവനന്തപുരം ജില്ലയിൽ കഴക്കൂട്ടത്ത് നിന്ന് ഒരു പെൺകുട്ടിയെ കാണാതായിരുന്നു. ആദ്യം തട്ടിക്കൊണ്ടുപോയതൊക്കെ ആകാമെന്നാണ് പോലീസ് സംശയിച്ചത്. അതുകൊണ്ട് തന്നെ റെയിൽവേ പോലീസിന്റെ സഹായത്തോടെയും അതുപോലെ തന്നെ കേരള പോലീസും സംയുക്തമായി ചേർന്ന് പരിശോധന നടത്തി. പക്ഷേ പെൺകുട്ടി സ്വയം വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുകയാണ് ഉണ്ടായത്. പിന്നീട് ഏകദേശം ഒരു 37 മണിക്കൂറിന് ശേഷമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. ആസാമീസ് പെൺകുട്ടിയെ കേരള പോലീസ് സംഘം കണ്ടെത്തുകയായിരുന്നു. പിന്നീട് കാണാതായി 37 മണിക്കൂറിന് ശേഷമാണ് വിശാഖപട്ടണത്ത് നിന്ന് ഇത്തരത്തിൽ 13കാരിയെ കണ്ടെത്തിയത്. ആസാമിലേക്കുള്ള യാത്ര മധ്യേ ട്രെയിനിൽ നിന്നും കണ്ടെത്തിയ കുട്ടി വിശാഖപട്ടണത്ത് RPFന്റെ സംരക്ഷണയിലായിരുന്നു. പിന്നീട് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപാണ് പെൺകുട്ടിയെ ഇവിടെ തിരുവനന്തപുരത്ത് എത്തിച്ചത്. അമ്മയുമായി പിണങ്ങിയിറങ്ങിയ കുട്ടി ട്രെയിൻ കയറി സ്വദേശമായ ആസാമിലേക്ക് പോകാൻ ശ്രമിക്കുകയായിരുന്നു. ആസാമിലെത്തി മുത്തശ്ശിന്റെയും മുത്തശ്ശിയുടെയും കൂടെ നിന്ന് പഠനം തുടരണമെന്നാണ് കുട്ടിയുടെ ആഗ്രഹം. വീട്ടിൽ ഉപദ്രവം തുടർന്നതിനാലാണ് വീട് വിട്ട് ഇറങ്ങിയത് എന്നും കുട്ടി വെളിപ്പെടുത്തി. വിശാഖവാലിയിലെ കുട്ടികളുടെ സംരക്ഷണ കേന്ദ്രത്തിൽ കുട്ടി സന്തോഷവതിയാണെന്നും മലയാളി സമാജം പ്രവർത്തകർ അറിയിച്ചിരുന്നു.